Hi dear friends, welcome back to our channel Renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെസ്സി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ മേക്കപ്പ് വന്നപ്പോൾ അതിൽ ചെയ്ത ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് ആളിന് പെട്ടെന്ന് തന്നെ പോകണം. നമുക്ക് ആകെ കൂടെ കിട്ടിയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 1 hour. ആ 1 hourനകത്ത് നമുക്ക് ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം നമ്മൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗണാണ് ആളിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഗൗണിന് നമുക്ക് ലൂസ് ഹെയർ വേണ്ട എന്ന് കസ്റ്റമർ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു മെസ്സി ഹെയർ ബണ്ണാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഹെയർ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അയൺ ചെയ്യാത്തത്. നമ്മളെപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ അയൺ ചെയ്ത് തന്നെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ടൈം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അയൺ ചെയ്യുന്നത് പോലെ തന്നെ ബ്ലോ ഡ്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഒരു ക്രീം ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൂസാണ്. ഹെയർ മൂസ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡിൽ ഉള്ള ഇയർ പോർഷൻ സെക്ഷൻ തിരിച്ചു മാറ്റി വെച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ക്രൗൺ ടു ബാക്ക് വരെ സെൻറ്റർ പാർട്ട് എടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് സ്ലൈഡ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് ഒരു ബണ്ണ് ഞാൻ സെൻറ്ററിൽ വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എന്നതിന് ശേഷം നമ്മുടെ ക്രൗൺ ഭാഗത്തുള്ള ഹെയറിന് ബാക്ക് കോംബ് കൊടുത്ത് ചെറിയൊരു പഫ് പോലെ അവിടെ ഞാനൊരു പഫിങ് പോലെ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ബാലൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിൽ ഒരു ബണ്ണ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോ കാണുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ അറിയാൻ പറ്റും. 2 ഭാഗം പാർട്ടീഷൻ എടുത്ത് സ്ലൈഡ് വെച്ചതിന് ശേഷമാണ് ഞാൻ ബൺ സെറ്റ് ചെയ്തത്. എന്നതിന് ശേഷമാണ് ക്രൗൺ ഭാഗത്തുള്ള മുടിയെ ഒന്ന് നന്നായിട്ട് ബാക്ക് കോമ്പൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് എന്നതിന് ശേഷം ഹെയർ ജെല്ല് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 ഭാഗത്തുള്ള ഹെയറിനെ പാർട്ട് മാറ്റി അപ്പുറം ഇപ്പുറം സൈഡാക്കി ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലുമാണ്. കസ്റ്റമർ ഹാപ്പി ആയിരിക്കും. എന്നാൽ ഒരു ലുക്ക് കിട്ടുന്ന ഒരു മെസ്സി ആയിട്ടുള്ളൊരു ഹെയർ ബണ്ണ് സ്റ്റൈലും കൂടിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ചെറിയൊരു സ്ട്രാൻഡ്സ് എടുത്തതിന് ശേഷം 2 സെക്ഷനായിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം അതായത് ട്വിസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ചെറുതായിട്ട് മുടിയെ ഓരോ ട്വിസ്റ്റ് ചെയ്തിട്ട ഭാഗത്തുനിന്നും കുറേശ്ശെ മുടിയൊന്ന് പിരിച്ചിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ ആ ഒരു ബണ്ണ് ബാക്കിൽ വെച്ചിട്ടുള്ള ആ ബണ്ണ് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ ഓരോ സ്ട്രാൻഡ്സും എടുത്ത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ ഫുള്ള് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ലുക്ക് വരും. നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ട്വിസ്റ്റാണ് ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സമയക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാണ് അങ്ങനെ ഒരു ചെയ്തത്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നൽ പോലെ പിന്നിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ മാത്രം മുടി ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ മുന്നേയൊക്കെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുള്ളത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇതാണ് എളുപ്പം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തത്. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും കസ്റ്റമറെ ഹാപ്പി ആയിരുന്നു. അവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മേക്ക് ഓവർ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ബാക്കിലുള്ള ഹെയർ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്രണ്ടിലുള്ള ഹെയറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സെറ്റിംഗ് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നീട് ഹെയർ ജെല്ലൊക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെറുതായിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നത്. എന്നതിന് ശേഷം അത് ചെറിയ പിൻ ചെയ്ത് അതിലും ചെറിയ സ്ട്രാൻഡ്സ് പോലെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ബാലൻസ് ഹെയർ എല്ലാം നമ്മൾ നേരത്തെ എങ്ങനെയാണോ രണ്ട് ഇതായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ട്വിസ്റ്റ് ചെയ്തുള്ള ഇത് തന്നെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ മെസ്സി ആക്കിയാണ് ചെയ്യുന്നത്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേർക്ക് ഇത് അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ്. അപ്പോൾ ചിലർ പറയും ഇത് പെട്ടെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറയും. പക്ഷേ അറിഞ്ഞൂടാത്തതായിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് യൂസ്ഫുള്ളാകും. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ സ്റ്റൈല് ഡമ്മിയിലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് യൂസ്ഫുള്ളാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നന്നായിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ ചെയ്ത് ഹെയറിനെല്ലാം ബാലൻസ് ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഫേസിൽ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവറാണ് ചെയ്തിട്ടുള്ളത്. അധികം വലിയ മേക്കപ്പ് ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. നന്നായിട്ടുള്ളൊരു ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ് നമ്മളിതിൽ ചെയ്തത്. അപ്പോൾ ആളും ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.